നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വല്ലാത്ത ക്ഷീണായിരിക്കും. എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നാകും. അതിന്റെ കാരണം അവ ദഹിപ്പിക്കുവാൻ നമ്മുടെ ശരീരം വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വല്ലാതെ ഉറക്കം വരിക, പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, ഇതെല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 79. ജീവിതമെന്നത് ഞൊടിയിടയിൽ കഴിയുന്നു. ആയതിനാൽ വിഷമിച്ചും ദുഃഖിച്ചും പിന്നെയും പിന്നെയും ജീവിതത്തെ ചെറുതാക്കി കളയാതിരിക്കുക. ഹരേ കൃഷ്ണ. നമസ്കാരം. ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഇടുന്ന ഓരോ വീഡിയോകളും സ്ഥിരമായി കാണുന്ന ഭക്തജനങ്ങൾക്ക് അത് മനസ്സിലാകും. എന്നാൽ ഇത് ഗുരുവായൂരപ്പൻ നൽകുന്ന ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ സൂചനകളാണ് എന്ന് എങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും? അങ്ങനെ ഭഗവാൻ നൽകുന്ന എല്ലാ സൂചനകളും ഭക്തജനങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നുവെങ്കിൽ ഈ കാണുന്ന രോഗങ്ങളും അപകടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മൾ ഭക്തജനങ്ങൾക്കൊന്നും ഉണ്ടാകുമായിരുന്നില്ല. കണ്ണൻ നൽകുന്ന ഓരോ ലക്ഷണങ്ങളും നമുക്ക് ഞൊടിയിടയിൽ മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായും അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഭക്തജനങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്രകാരമാണ് ഒരുങ്ങിയിരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. കൂടെ പറയണ്ടല്ലോ, വീഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ചിലർ പറയുന്നത് കേൾക്കാറില്ലേ, നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇന്നലെ നടന്ന ആ അപകടം ഉണ്ടല്ലോ, അത് നേരത്തെ ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. നാളെ ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇത്തരത്തിൽ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അതിപ്പോൾ സന്തോഷകരമായതോ ഖേദകരമായിട്ടുള്ളതോ ആവാം. ഇവയെല്ലാം മുൻകൂട്ടി മനസ്സിൽ കാണുവാൻ കഴിവുള്ളവരുണ്ട്. ഇത്തരത്തിലുള്ളവർ വളരെ വിരളാണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടാകാം. ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും മുൻകൂട്ടി അറിയുവാൻ കഴിയുന്നവർ, അതനുസരിച്ച് ഒരു പരിധിവരെ മറ്റുള്ളവർക്ക് മാർഗദർശനം നൽകുകയും സ്വന്തം ജീവിതത്തിൽ അവയെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവർ. നമ്മൾ തന്നെ ചിലപ്പോൾ ഇവർ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഇത്തരത്തിൽ ഭഗവാൻ നൽകുന്ന സൂചനകൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇവർ തന്റെ ജീവിതത്തിൽ അത്രമേൽ കഷ്ടപ്പെട്ടതിന്റെയും ഭഗവാനോട് അത്രമേൽ അടുത്തതിന്റെയും തൽഫലമായിട്ടാണ് ഈ കഴിവുകൾ സ്വായത്തമാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി ഇവർ തന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കും ഇത്തരത്തിൽ ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും പെട്ടെന്ന് തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് മുന്നോട്ടു പോകുവാനും സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ഭക്തജനങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതിനാദ്യം ചെയ്യേണ്ടത് എപ്പോഴും വൃത്തിയായി ഇരിക്കുക എന്നതാണ്. ശരീരവും മനസ്സും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ശരീരത്തിന്റെ കാര്യം പറയുകയാണ് എങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പും നിങ്ങൾ തീർച്ചയായും ശരീരശുദ്ധി വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ കുളിക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ ശരീരം അതിന് അനുവദിക്കുമെങ്കിൽ ഇളം തണുത്ത വെള്ളത്തിൽ തന്നെ ശരീരത്തെ ശുദ്ധിയാക്കുക. എപ്പോഴും കുളിച്ച് ശുദ്ധിയായതിനു ശേഷമേ, ശരീരം വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഇരിക്കുവാൻ പാടുള്ളൂ. ഭഗവാൻ നൽകുന്ന ഓരോ ലക്ഷണങ്ങളെയും മനസ്സിലാക്കുവാനുള്ള ആദ്യത്തെ പടിയായി ഈ ശരീര ശുദ്ധീകരണത്തെ നമുക്ക് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനാ വേളയിലല്ലാതെ ഒരു 10 നിമിഷം ദിവസത്തിൽ കഴിവതും മാറ്റിവെക്കുക. തുടക്കമൊക്കെ ആണ് എങ്കിൽ ശാന്തമായ ഒരിടത്ത് എവിടെയെങ്കിലും അല്പനേരം ഇരിക്കുക.
പ്രാർത്ഥനാ വേളയിൽ ഈ സമയത്തെ ഉൾപ്പെടുത്തരുത് എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, പ്രാർത്ഥനാ വേളകളിൽ കൂടുതലായും നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെയാവും പറയുക. ഭഗവാനോട് പ്രാർത്ഥനാ സമയങ്ങളിൽ സംസാരിക്കുക പോലും നാം ചെയ്യാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ 10 നിമിഷം ഒന്നുമില്ല, നമ്മൾ ആഗ്രഹങ്ങൾ പറയുന്നില്ല, കുറവുകൾ പറയുന്നില്ല, ഭഗവാനോട് സംസാരിക്കുക പോലും ചെയ്യുന്നില്ല, വെറുതെ കണ്ണുകൾ അടച്ചിരിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ ഇതൊരു ശീലമാക്കുകയാണ് എങ്കിൽ ഞാൻ ഉറപ്പു നൽകുന്നു, തന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട സൂചനകൾ, ലക്ഷണങ്ങൾ, ചിലപ്പോൾ അത് നിസ്സാരമായി തോന്നിയേക്കാം, ഇവയെല്ലാം നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നു, തിരിച്ചറിയുവാനായി സാധിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ചിലപ്പോൾ ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഈ നിസ്സാര കാര്യങ്ങൾ പതിയെ പതിയെ വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി മാറും, പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും സൂചനകളുമായി മാറും. ആ നിമിഷങ്ങളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ആയതിനാൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് വളരെയേറെ സ്നേഹത്തോടെ പറയാണ്, ദിവസത്തിൽ ഒരു 10 നിമിഷം പ്രാർത്ഥനയിലല്ലാതെ തീർച്ചയായും നിങ്ങൾ മാറ്റിവെക്കുക. അതിന്റെ ഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നുള്ളത് ഞാൻ വാക്ക് നൽകാം. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ശുദ്ധിയായിരിക്കുക, പ്രാർത്ഥനയിലല്ലാതെ ഒരു 10 നിമിഷമെങ്കിലും മാറ്റിവെക്കുക. ഇനി മൂന്നാമതായി പറയുവാനുള്ളത്, ഏറ്റവും ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക എന്നതാണ്. ഒരിക്കലും നമ്മൾ ഭക്ഷിക്കുവാനായി ജീവിക്കരുത്, ജീവിക്കുവാനായി ഭക്ഷിക്കുക. പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയും പള്ള നിറച്ച് ഭക്ഷണം കഴിക്കുക എന്ന്. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. തന്റെ ആമാശയത്തിന്റെ പകുതി മാത്രം നിറയുന്ന രീതിയിൽ നാം ആഹാരങ്ങൾ ഭക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ വല്ലാത്ത ക്ഷീണായിരിക്കും, എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നാകും. അതിന്റെ കാരണം അവ ദഹിപ്പിക്കുവാൻ നമ്മുടെ ശരീരം വല്ലാതെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. വല്ലാതെ ഉറക്കം വരിക, പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, ഇതെല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. പക്ഷെ നേരെ തിരിച്ച് നിങ്ങൾ ആമാശയത്തിന്റെ പകുതി മാത്രം നിറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഉന്മേഷവാനാകും. എന്താ പറയാ, വണ്ടിയിലെ പെട്രോൾ ഒഴിക്കും പോലെയാണ്. കൂടുതൽ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഊർജം അന്നേ ദിവസം നമുക്ക് സ്വായത്തമാക്കുവാനായി സാധിക്കും. എപ്പോഴും ശാന്തമായി ഉന്മേഷവാനായി ഇരുന്നാൽ മാത്രമേ ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയുവാനായി സാധിക്കുകയുള്ളൂ. ആയതിനാൽ എപ്പോഴും വയറ് നിറച്ച് എവിടെയെങ്കിലും പോയി തളർന്നു കുത്തി ഇരിക്കരുത്, കിടന്നുറങ്ങരുത്. ഉന്മേഷത്തോടുകൂടി ശാന്തമായി ഒരുങ്ങിയിരിക്കുക. തീർച്ചയായും ആ കഴിവുകൾ നമ്മിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ചാണ്. കോപം, ദേഷ്യം. തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരോട്, അതിപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, സുഹൃത്തുക്കളാകാം, ഇവരോടെല്ലാം വല്ലാതെ ദേഷ്യപ്പെടുക, നിസാര കാര്യത്തിന് പോലും ഇവരുമായി വഴക്കുണ്ടാക്കുക. ഇത്തരം പ്രവൃത്തികൾ തീർത്തും ഭഗവാനിൽ നിന്നും അകന്നു പോകുവാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക, ഭഗവാനിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സൂചനകളും ലക്ഷണങ്ങളും ലഭിക്കും? പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊരു പ്രവൃത്തി ചെയ്താലും ഈ ഒരൊറ്റ കാരണം മതി അവയെല്ലാം, ആ കഷ്ടപ്പെട്ടതെല്ലാം നിഷ്ഫലമാകുവാൻ. അതുകൊണ്ട് ഒരിക്കലും നിസാര കാര്യങ്ങൾക്ക് മറ്റുള്ളവരുമായി വഴക്കിടുവാനോ കോപിക്കുവാനോ പോകരുത്. ഇപ്പോൾ ഒരു വണ്ടി ഓടിച്ചൊക്കെ പോകുവാണ് എങ്കിൽ നമ്മളെ ഓവർടേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഏതെങ്കിലും ഒരു വാഹനം അറിയാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തുകയാണ് എങ്കിൽ അപ്പോൾ തന്നെ തെറി പറയുക, മനസ്സിൽ വല്ലാത്ത രോഷം കൊള്ളുക, ഇവയെല്ലാം എന്തിനാണ്? നമുക്കും ചിലപ്പോൾ നാളെ ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴോ വന്നേക്കാം. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ നേരെ ചാടിക്കയറുവാൻ അല്ലെങ്കിൽ ചാടിക്കടിക്കുവാൻ പോകരുത്. നാളെ നമ്മളും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകാം എന്ന ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് കോപം കടന്നു വരില്ല. ഈ ഒരു കാര്യം ഒരു ഉദാഹരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. ഇതേപോലെ ഒട്ടനേകം സന്ദർഭങ്ങളുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് ഭാര്യ ഭർത്താവിനോട് വഴക്കിടുന്നു, ഭർത്താവ് ഭാര്യയോട് വഴക്കിടുക, ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. തീർച്ചയായും അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ക്ഷമാശീലം അത് ഏറ്റവും നമുക്ക് വേണ്ട കാര്യമാണ്. എന്തുണ്ട് എങ്കിലും ഒരു ചെറു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ മറ്റുള്ളവരെ
സമീപിക്കുവാനായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ ഭഗവാൻ നൽകുന്ന ഓരോ സൂചനകളും ലക്ഷണങ്ങളും നമ്മിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയുവാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞവയെല്ലാം വളരെ നിസ്സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചു നാളുകൾ മാത്രം ചെയ്തതിനു ശേഷം ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിർത്തരുത്. അതുപോലെ തന്നെ ഒന്നൊഴിവാക്കി മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുകയും നിങ്ങൾ ചെയ്യരുത്. ചെയ്യുന്ന പ്രവൃത്തികൾ അത് എന്ത് തന്നെയായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ കൊണ്ടുപോകുവാനായിട്ട് എല്ലാ ദിവസവും മുടക്കം വരാതെ അവ ചെയ്യുവാനായി ഞങ്ങളുടെ ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഓർക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ നൽകുന്ന ഓരോ സൂചനകളും ലക്ഷണങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിലും വലുതായിട്ട് പിന്നെ എന്താണ് വേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആപത്ഘട്ടത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറുവാനായി സാധിക്കും. ജീവിതം സമ്പൂർണ്ണമാകുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരി, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഓരോ കാര്യങ്ങളും ഏറ്റവും ലളിതമായി തന്നെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവ എന്ത് തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംശയം ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളുക. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്ന ഒന്നും നിങ്ങൾ വെറുതെ കേട്ടുപോകാതെ അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അവസാനമായി ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആര്യ എന്ന നാമധേയത്തിലുള്ള ഒരു ആൻറ്റിയാണ്. സ്വദേശം തിരുവനന്തപുരം. തൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആൻറ്റി ഈ ഒരു വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. കൂടാതെ 10 പേർക്കുള്ള ഗ്രന്ഥങ്ങളും ഭക്തജനങ്ങൾക്കായി അച്ഛൻ്റെ നാമധേയത്തിൽ ആൻറ്റി നൽകിയിട്ടുണ്ട്. ആ വലിയ മനസ്സിന് നന്ദി. ഗ്രന്ഥദാനം എന്ന് പറയുന്നത് അത്രമേൽ മഹത്തരമാണ്. ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ അറിവുകളും ഭഗവാന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാക്കലാം. നന്ദി, നമസ്കാരം.